ഹായ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഓരോ ചലഞ്ചസിനെക്കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എത്ര ദിവസമാണ് ചലഞ്ച് ചെയ്യുന്നത്. എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 21 ഡേയ്സ്. എന്തുകൊണ്ട് 21 ഡേയ്സ്? നമ്മളൊരു കാര്യം 21 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് 22 ഡേയ്സ് ഓൺവേർഡ്സ് നമ്മുടെ പാർട്ട് ഓഫ് ലൈഫായിട്ട് മാറും. ആ ഒരു 21 ഡേയ്സ് കഴിഞ്ഞ് 22 ഡേയ്സ് നമുക്ക് ആ ഒരു കാര്യം ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു എന്തോ ഒരു ഫീലിംഗ് വരും. നമുക്കൊരു കുറ്റബോധം പോലെ, അല്ലെങ്കിൽ എന്തായാലും ചെയ്യണം, ചെയ്യും, നമ്മൾ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി അത് ചെയ്യും. സോ ഈ പറഞ്ഞ 3 ചലഞ്ചസും നമുക്ക് ബെനിഫിറ്റുള്ള കാര്യങ്ങളാണ്. ഒന്ന് ഇസ്ലാമിക് ചലഞ്ച്, അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് നല്ലതാണ്. പിന്നെ രണ്ടാമത് ഹെൽത്ത് ചലഞ്ച്, അത് എല്ലാവരുടെ സംബന്ധിച്ചിടത്തോളം അത് ബെസ്റ്റാണ്. കാരണം ഹെൽത്ത് ഈസ് വെൽത്ത്. നമുക്ക് ഹെൽത്ത് ഉണ്ടെങ്കിലേ നമുക്ക് വേറൊരു കാര്യം, എന്ത് കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മൂന്നാമതായിട്ടുള്ളത് പറഞ്ഞാൽ അത് എനിക്ക് മാത്രമുള്ള ചലഞ്ചാണ്. എനിക്ക് മാത്രമല്ല, അത് ഇങ്ങനെ നീറ്റ് പി ജിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുറേ പേരുകളുണ്ട്. ഈവൻ കേരളത്തിലായാലും അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ തന്നെ. അതായത് 2,00,000 ആളുകൾ കഴിഞ്ഞ നീറ്റ് പി ജി എഴുതി. ഇപ്പോൾ ഈ പ്രാവശ്യത്തെ നീറ്റ് പി ജി എന്തായാലും അതിൽ കൂടുതൽ ആളുകൾ എഴുതും. സോ അത്രയും ആളുകളുണ്ട്. അപ്പോൾ അതിലൊരു 10 പേരെങ്കിലും ഇതിൽ എൻ്റെ ബാച്ചസിൽ ഉണ്ടാവാതിരിക്കാം. സോ അവർക്ക് ബെനിഫിറ്റ് ആവുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് ഈ ചലഞ്ചിൽ എന്നെ ജോയിൻ ചെയ്യാം. ഫസ്റ്റ് ചലഞ്ച് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇത് ഹെൽത്ത് ചലഞ്ച്. ഹെൽത്ത് ചലഞ്ച് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് കഴിയും എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു പേപ്പറിൽ വല്ലതും അല്ലെങ്കിൽ നോട്ട് പാഡിൽ വല്ലതും എഴുതി വെക്കാം. ആദ്യത്തെ നമ്മുടെ ചലഞ്ച് പറഞ്ഞാൽ 7 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനോട് എപ്പോഴും പറയാറുള്ളതാണ്, അറ്റ്ലീസ്റ്റ് അതായത് എൻ്റെ അടുത്ത് കൊളസ്ട്രോളും ഷുഗറും, അതായത് നമ്മുടെ യങ് ഏജിൽ തന്നെ അത്രയും കൊളസ്ട്രോളും ഷുഗറൊക്കെ ആയിട്ട് വരുന്ന ആളുകളുണ്ട്. അതായത് നമ്മൾ ശ്രദ്ധിക്കില്ല. അതായത് നമ്മൾ ഫുഡ്, അതായത് എണ്ണ കൂടുതലടങ്ങിയ ഫുഡുകളും അതേപോലെ പഞ്ചസാരയൊക്കെ, അതായത് കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലായിട്ട് കഴിക്കുമ്പോഴൊക്കെയാണ് ഈ ഷുഗറും കൊളസ്ട്രോളൊക്കെ ഉണ്ടാകുന്നത്. അതൊക്കെ നമുക്ക് ഫുഡിൽ കൺട്രോൾ ചെയ്യാതെ തന്നെ കുറേയൊക്കെ ഇത് ഹെറിറ്ററി ആയിട്ട്, അതായത് നമുക്ക് ഫാമിലിയിൽ ഉണ്ടെങ്കിൽ വരാം. അല്ല, അതിൽ മെജോറിറ്റി ഒരു 90% കേസസും വരുന്ന അധികം നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റിലൂടെയാണ്. ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ നമുക്കിപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടും അങ്ങനെ എണ്ണ കൂടിയ ഫുഡുകൾ കഴിച്ചിട്ടും അങ്ങനത്തെയൊക്കെ കൂടുതലായിട്ട് വരുന്നത്. സോ ഇതിൽ ഞാൻ ചെയ്യുന്ന ഹെൽത്ത് ചലഞ്ചിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് എക്സസൈസ് യൂഷ്വലി നമ്മുടെ ഇതിൽ, അതായത് ഹെൽത്തിൽ, വെയിറ്റ് ലോസാണ് മെയിനായിട്ട് ഞാൻ എയിം ചെയ്യുന്നത്. എൻ്റെ കറണ്ട് ഞാൻ ഇന്ന് നൈറ്റ് നോക്കിയ സമയത്ത് 75.2 കിലോഗ്രാമാണ് ഞാൻ എൻ്റെ ഒരു ഹെൽത്തി വെയിറ്റ്. അതായത് അക്കോർഡിംഗ് ടു എൻ്റെ ഹൈറ്റ് ഇത് ഓവർ വെയിറ്റാണ്. സോ ഞാൻ ഉദ്ദേശിക്കുന്ന വെയിറ്റ് എന്ന് പറഞ്ഞാൽ 68 കിലോഗ്രാം ആണ്. അതായത് അബൌട്ട് 7 കിലോഗ്രാം എനിക്ക് ലോസ് ചെയ്യണം, എന്നാലാണ് എൻ്റെ ഒരു ടാർഗറ്റ് വെയിറ്റിലോട്ട് എത്തുന്നത്. 64 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഐഡിയൽ വെയിറ്റാണ്. സോ ഞാൻ ആദ്യം 7 കിലോഗ്രാം കുറക്കാൻ നല്ലതാണ്. 7 കിലോഗ്രാം ഒരിക്കലും ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ 2 മാസം കൊണ്ടോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് 1 വീക്കിൽ 1/2 കിലോഗ്രാം വെച്ചിട്ട് കുറക്കുക എന്നുള്ളതാണ്. അതാണ് ഹെൽത്തി വേ എന്ന് പറയുന്നത്. ഹെൽത്തി വേ പറയുന്നത് നമുക്ക് എക്സസൈസ് 30% ആണ് ഹെൽത്തിൽ ബാധിക്കുന്നത് എക്സസൈസ് ആണ്. അതായത് വാക്കിംഗ് ഓർ റണ്ണിങ് 30 മിനിറ്റ്സ്. അതായത് നമ്മുടെ മോർണിംഗ് ആണ് ഏറ്റവും നല്ലത്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് മോർണിംഗ് ആണ്. ഒരു 30 മിനിറ്റ്സ് വാക്കിംഗ്, അതിൻ്റെ ഒരു 10 മിനിറ്റ്സ് മിനിമെങ്കിലും വർക്കൗട്ട് ചെയ്യുന്നത് ഞാൻ വെയിറ്റ് ലോസ് ആപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ജിമ്മിലൊന്നും ഞാൻ ആദ്യം തന്നെ പോയി തുടങ്ങുന്നില്ല. കാരണം നമ്മളൊരു കാര്യം ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ പാർട്ടായി കഴിഞ്ഞാൽ പിന്നെ ജിമ്മിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആവും. മറ്റേത് പിന്നെ നമുക്ക് അവിടെ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് മടുത്ത് പോകുന്നുള്ളൊരു ടെൻഷൻ കൊണ്ടാണ് ഞാൻ ആദ്യം വർക്കൗട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കി പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അതായത് നമ്മുടെ ലൈഫിലെല്ലാം ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ബാധിക്കുന്നത് ഇതാണ്. എന്താണ് നമ്മുടെ ഡയറ്റ്. ഏതെങ്കിലും ഒരു നല്ല ഡയറ്റ് ഫോളോ ചെയ്യുക. ഞാൻ എൻ്റെ പേഷ്യൻസിനോട് പറയാറുള്ളത്, ഒന്നുകിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുക. അതായത് PCOD അല്ലെങ്കിൽ കൊളസ്ട്രോൾ, ഷുഗർ അങ്ങനെയുള്ള ആളുകളൊക്കെ വരുന്നുണ്ട്. അതായത് ആദ്യമായിട്ട് നമ്മുടെ ഡയഗ്നോസ് ചെയ്യുന്ന ആളുകളുടെ ഡയറ്റിലാണ് കൺട്രോൾ ചെയ്യാൻ പറയാറുള്ളത്. സോ അതിൽ ഏറ്റവും ഞാൻ പ്രിഫർ ചെയ്യാറുള്ളത് ഒന്നുകിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാലറി ഡെഫിസിറ്റ് ആണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കൊണ്ടുപോകാൻ പറ്റുന്നത്. കാരണം നമ്മുടെ ഒരു മെയിൻ്റനൻസ് കാലറി ഉണ്ട്. അതൊക്കെ നമുക്ക് ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഞാനിവിടെ പ്രിഫർ ചെയ്യുന്ന ഈ ചലഞ്ചിൽ പ്രിഫർ ചെയ്യുന്നത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് 10 AM to 6 PM ആ ഒരു ലെവലിൽ എനിക്ക് ഫുഡ് കഴിക്കാം. അടുത്ത 16 ഹവേഴ്സ് ഫാസ്റ്റിങ്ങും 8 ഹവേഴ്സ് നമ്മുടെ ഈറ്റിംഗ് ടൈമാണ്. പിന്നെ ഷുഗർ കട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഓയിലി ഫുഡ് കുറക്കുക. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ചിന്തകൾ. അറിയില്ല എത്ര ഇത് നമ്മൾ ഫോളോ ചെയ്യാൻ പറ്റുന്നുള്ളത്. ഫസ്റ്റ് ടാർഗറ്റ് 7 വീക്സ് ആണ്. 7 ഡേയ്സ് ആണ്. 7 ഡേയ്സ് കഴിഞ്ഞിട്ട് പിന്നെ 14 ഡേയ്സ്, പിന്നെ 21 ഡേയ്സ് കംപ്ലീറ്റ് ആക്കുന്നതോടുകൂടിയാണ് ഞാൻ മെയിൻ ടാർഗറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടും ഫോളോ ചെയ്യും ഇൻഷാ അല്ലാഹ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ വെയിറ്റ് ലോസ് എയിം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചലഞ്ചിൽ നമുക്ക് പങ്കാളിയാവാം. ഫ്രീ ആണ്. എൻ്റെ ഈവൻ നമ്മുടെ കുടുംബത്തിലായാലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയാലും പല ആളുകളും വെയിറ്റ് ലോസ് എയിം ചെയ്യുന്നുണ്ട്, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. സോ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാം. സോ വി ക്യാൻ സ്റ്റാർട്ട് നാളെ ഓൺവേർഡ്സ് ആണ് ഞാൻ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 26/11/2024 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ.